അടുത്ത ലാബ് 42 ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഇത് സെക്കൻഡ് ഇയറിൽ നിന്നുള്ളൊരു ലാബാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ലാബാണ്. ഇതിനകത്ത് ആകെ 2 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു ബൗണ്ടഡ് കേസ് ആയിരിക്കും, ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് കേസ് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്കൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, കൺസ്ട്രെയിൻ്റ് ഉണ്ട്. ഇവിടെ മാക്സിമൈസ് ആൻഡ് മിനിമൈസ് എന്നും പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ബൗണ്ടഡ് കേസ് വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ പടം വരയ്ക്കുക, കോർണർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക, കോർണർ പോയിൻറ്റ്സിൽ ലിസറിൻ്റെ വില കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവിടെ മാക്സിമൈസും മിനിമൈസും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എഴുതുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തും ഇങ്ങനെ തന്നെയായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇവിടെ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ബൗണ്ടഡ് കേസാണ്. അപ്പോൾ അതുപോലെ ചെയ്യുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു അൺബൗണ്ടഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ അൺബൗണ്ടഡ് ക്വസ്റ്റ്യൻ്റെ കേസിൽ നമ്മളോട് മാക്സിമൈസും മിനിമൈസും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അൺബൗണ്ടഡ് ക്വസ്റ്റ്യൻ്റെ കേസിൽ നമ്മൾ ആദ്യം നേരത്തെ പോലെ തന്നെ പടം വരയ്ക്കുക. പടം വരച്ച് കഴിഞ്ഞിട്ട് ഇവിടെ 2 കാര്യങ്ങൾ അഡീഷണലായിട്ട് ചെയ്യാനുണ്ട്. ഒന്ന്, നമ്മൾക്കൊരു സ്ലൈഡർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുണ്ട്. ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഒരു ലൈൻ വരയ്ക്കുക. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു സ്ലൈഡർ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അൺബൗണ്ടഡ് കേസിൽ ചെയ്യുക. അപ്പം ഈ 2 രീതിയിലായിരിക്കും നമുക്ക് പ്രോബ്ലം വരുന്നത്. എന്നിട്ട് ഈ ലൈൻ വരയ്ക്കുന്നത് നമുക്ക് മാക്സിമം ഉണ്ടോ മിനിമം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ടാണ്. അപ്പം ചില ക്വസ്റ്റ്യൻസിൻ്റെ കേസിൽ മിനിമം ഉണ്ടാവും, മാക്സിമം ഉണ്ടാവില്ല. ചിലപ്പോൾ മാക്സിമം ഉണ്ടാവും, മിനിമം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റിസൾട്ട്സ് മാറി മാറി വരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും LPPക്കകത്തുള്ളത്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലാബാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഈ കൺസ്ട്രെയിൻസ് വെച്ച് ഫീസിബിൾ റീജിയൻ വരയ്ക്കാനായിട്ടാണ്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് നമ്മൾ ഇതുപോലെ ഇവിടെ ഇൻപുട്ടിൻ്റെ അകത്ത് കമാൻഡായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതിൻ്റെ അത് കാണിച്ചിട്ടില്ല, ഇവിടെ ഒരു കമാൻഡ് ഇതുപോലെ കാണും. അപ്പം അത് നോക്കി ചെയ്യാതിരിക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള ഇത് നോക്കി തന്നെ വേണം നിങ്ങൾ ടൈപ്പ് ചെയ്യാനായിട്ട്. കാരണം ആ കമാൻഡിൽ പലപ്പോഴും മിസ്റ്റേക്സ് ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇത് ടൈപ്പ് ചെയ്യുന്നത് x plus 2y less than or equal to 10, x plus 2y less than or equal to 10, and 3x plus y less than or equal to 15, and x greater than or equal to 0, and y greater than or equal to 0. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ വരുന്നത്. ഇവിടെ നമുക്ക് ആ കൺസ്ട്രെയിൻസ് അതുപോലെ കാണാം. കണ്ടോ, ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് തന്നെ വേണമായിരുന്നു കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിനകത്ത് കോർണർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ താഴെ കോർണറിന് കൊടുക്കാം. കോർണർ ബാക്ക് സ്പേസ് അടിക്കുക. നമ്മുടെ ഫീസിബിൾ റീജിയൻ്റെ പേര് A എന്നാണ്. അപ്പോൾ A എന്ന് കൊടുക്കുക. എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ കോർണർ പോയിൻറ്റ്സ് കിട്ടും. ചില കേസിൽ ഇതിൽ കൂടുതൽ, ഇപ്പോൾ ഇവിടെ 4 കോർണർ പോയിൻറ്റ്സേ ഉള്ളൂ. ചില കേസിൽ കൂടുതൽ കോർണർ പോയിൻറ്റ്സ് ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പോൾ എല്ലാ പോയിൻറ്റ്സും നമ്മൾ എടുക്കത്തില്ല. കോർണറായിട്ട് വരുന്ന പോയിൻറ്റ്സ് മാത്രം വെച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 0 0 എന്ന് പറയുന്ന പോയിൻറ്റ് 5 0, അതുപോലെ A എന്ന് പറയുന്ന പോയിൻ്റ് 4 3, അതുപോലെ 0 5, 4 കോർണർ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കോർണർ പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ വരയ്ക്കുക. ടേബിളിൻ്റെ അകത്ത് പോയിൻറ്റ്സ് എഴുതുക, അതിൻ്റെ സെറ്റ് വാല്യൂസ് കണ്ടുപിടിക്കുക. അതിനകത്ത് മാക്സിമം വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക, മിനിമം വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക. മാക്സിമൈസ് ആൻഡ് മിനിമൈസ് ആയതുകൊണ്ട് ഇനി മാക്സിമൈസ് ആണെങ്കിൽ മാക്സിമം വാല്യൂ മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ മതി, മിനിമൈസ് ആണെങ്കിൽ മിനിമം വാല്യൂ മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിലാണ് ഫസ്റ്റ് പ്രോബ്ലം നമ്മളെപ്പോഴും ചെയ്യുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കൺസിഡർ ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇതാണ്, സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻ ഇതാണ് കൺസ്ട്രെയിൻ. അപ്പോൾ ഈ കൺസ്ട്രെയിൻ നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എക്സ് പ്ലസ് 2y greater than or equal to 10, 2y greater than or equal to 10, and
2x minus y greater than or equal to 15 and ഇവിടെ എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേണം അത് കൊടുക്കാനായിട്ട്. എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 and 2x minus y greater than or equal to 15 and x greater than or equal to 0 and y greater than or equal to 0. ഓക്കെ, ഇത് എൻ്റർ കൊടുക്കാം. എൻ്റർ കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ കൺസ്ട്രെയിൻസ് വരും. ഇത് നോക്കി നമ്മൾ ടൈപ്പ് ചെയ്തത് കറക്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് നമ്മുടെ ഫിഗർ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമ്മുടെ ഫിഗർ വന്നിരിക്കുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് നമ്മുടെ ഫിഗർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇതൊരു അൺബൗണ്ടഡ് കേസാണ്. ഇതിനൊരു എൻഡ് ഇല്ല. അത് നിങ്ങൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇത് സൂം ഇൻ ചെയ്ത് നോക്കിയാൽ മതി. സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇതിനൊരു അവസാനം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനത്തെ അൺബൗണ്ടഡ് കേസിൽ നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിയേറ്റ് എ സ്ലൈഡർ സി എന്ന് പറഞ്ഞ് സി തന്നെ വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. വിത്ത് മിനിമം 0, മാക്സിമം 100 ആൻഡ് ഇൻക്രിമെൻറ്റ് 1. ഇപ്പോൾ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ സ്ലൈഡർ ടൂൾ എടുക്കുക. അവിടെ സ്ലൈഡർ ഫസ്റ്റ് ഓപ്ഷനായിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സി സ്ലൈഡറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സി സ്ലൈഡർ എടുക്കുക. മിനിമം 1 ആണ് പറഞ്ഞിരിക്കുന്നത്, മാക്സിമം 100. അത് മാക്സിമം നമുക്കൊരു 1000 വരെയൊക്കെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇൻക്രിമെൻറ്റ് 1. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്ലൈഡർ കിട്ടി. ഓക്കെ, സ്ലൈഡർ കിട്ടി. ഇതിന് 1 തൊട്ട് 1000 വരെ വേരിയേഷൻ വരുന്നൊരു സ്ലൈഡറാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഒരു ലൈൻ വരയ്ക്കാനായിട്ടാണ്. ഡ്രോ ദ ലൈൻ 7x plus 5y. Now use the line to find the maximum and minimum value of the objective function if it exists. ഉണ്ടെങ്കിൽ മാക്സിമം മിനിമം കണ്ടുപിടിക്കാനായിട്ട് ഈ ലൈൻ വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലൈൻ എവിടെ നിന്ന് വന്നു? നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് ഈ ലൈൻ. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നുള്ള കൺസെപ്റ്റ് അതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തല്ലോ, അതുപോലെ. അപ്പോൾ 7x plus 5y is equal to c. 7x plus 5y is equal to c. നമ്മുടെ സ്ലൈഡർ സ്മോൾ സി ആണ്. അപ്പോൾ സി തന്നെ കൊടുക്കുക, സ്മോൾ സി ആണ് കൊടുക്കുക. എൻ്റർ ചെയ്യുമ്പോൾ നമുക്കിതുപോലൊരു ലൈൻ പുതിയതായിട്ട് വരും. ഒരു ബ്ലാക്ക് കളറിലെ ലൈൻ വരും. ഇനി നമ്മളിവിടെ മാക്സിമം മിനിമം ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചെയ്യുന്നത് ഈ സ്ലൈഡർ ഇങ്ങനെ മാറ്റി നമ്മുടെ ലൈൻ ഇങ്ങനെ മാറി നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലൂ കളർ റീജിയൻ, ന്യൂവിൽ ഗ്രാഫിക്സ്. ഓക്കെ, ഈ സ്ലൈഡർ ഇങ്ങനെ ഇടത്തെ സൈഡിൽ നിൽക്കുകയാണ്. അത് മാറ്റി നമ്മുടെ ഫീസിബിൾ റീജിയൻ ബ്ലൂ റീജിയനിൽ ആദ്യമായിട്ട് കയറുന്നത് എവിടെയാണോ അവിടെ തൊട്ടുള്ള സി വാല്യൂസ് നമ്മൾക്ക് എടുക്കാം. നമുക്ക് ആൻസേഴ്സ് ആയിട്ട് എടുക്കാം, സി വാല്യൂസ് എടുക്കാം. അപ്പോൾ 61 ആയി, 96 ആയി, 100 ആയി, അത് 186 ആയി, ഇങ്ങനെ പോവാണ്. പിന്നെ നമ്മളിങ്ങനെ മാറ്റി നോക്കുകയാണെങ്കിൽ 336 വരെയുള്ള വാല്യൂ നമുക്ക് എടുക്കാം. ഇതങ്ങ് പോവുകയാണെങ്കിൽ അത് പിന്നെയും അങ്ങ് കൂടി പോവാണ്. അതായത് ഒരിക്കലും ബ്ലൂ റീജിയൻ്റെ പുറത്തേക്ക് ഇത് ഇറങ്ങുന്നില്ല. നമുക്കിത് മാറ്റി നോക്കുമ്പോൾ അറിയാം ഇത് 1000 വരെ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഒരു എൻഡ് വന്നിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സിക്ക് അങ്ങോട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ലൈൻ നമ്മുടെ ഫീസിബിൾ റീജിയൻ്റെ അകത്ത് കിടക്കുന്ന സി വാല്യൂസ് എല്ലാം നമുക്ക് അണ്ടർ കൺസിഡറേഷൻ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ ഇതിനൊരു മിനിമം ഉണ്ട്. എന്താ മിനിമം? 61 ആണ് മിനിമം. മാക്സിമം ഉണ്ടോ? മാക്സിമം ഇല്ല. മാക്സിമം എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്, നോ മാക്സിമം. അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ കൺക്ലൂഷൻ. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൺക്ലൂഷൻ മിനിമം ഉണ്ട് 61, നോ മാക്സിമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൺബൗണ്ടഡ് കേസിൽ നമ്മളൊരു സ്ലൈഡർ വരയ്ക്കുക, അത് കഴിഞ്ഞിട്ടൊരു ലൈൻ വരയ്ക്കുക. ലൈൻ വെച്ചിട്ട് ലൈൻ ഫീസിബിൾ റീജിയൻ്റെ അകത്ത് കയറുമ്പോൾ തൊട്ടുള്ള സി വാല്യൂസ് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സി വാല്യൂസ്
ഇവിടെ മിനിമം ആണ് കാണിക്കുന്നത്, മാക്സിമം ഇല്ല. അപ്പം ഇതാണ് ഒരു കേസ്. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ഇവിടെയും ഇതുപോലെയാണ് നമുക്ക് ബൗണ്ടഡ് റീജിയൻ വന്നിരിക്കുന്നത്, അൺബൗണ്ടഡ് റീജിയൻ വന്നിരിക്കുന്നത്. ഇവിടെ മിനിമം ഉണ്ട്, മാക്സിമം ഇല്ല എന്നുള്ള കേസാണ്. അങ്ങോട്ടേക്കാണ് അൺബൗണ്ടഡ് ആയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കേസാണ് ഇവിടെയും വന്നിരിക്കുന്നത്. നമുക്ക് 1-2 കേസസ് കൂടെ നോക്കാം. Objective function z is equal to 3x minus y subject to the constraints x plus 2y greater than or equal to 0, 2x minus y less than or equal to 0, 5x minus y less than or equal to 15. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇപ്പോൾ വേണ്ട, കൺസ്ട്രെയിൻസ് ആദ്യം വരയ്ക്കാം. അപ്പോൾ എക്സ് പ്ലസ് ഈ പ്രോബ്ലം നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ. ഇതിൻ്റെ കൺസ്ട്രെയിൻസ് നമുക്ക് ടൈപ്പ് ചെയ്യാം. അതിനായിട്ട് പുതിയ പേജ് എടുക്കുക, ഫയൽ. ഇവിടെ നിങ്ങൾക്ക് സേവ് ആസ് കൊടുത്ത് ഡെസ്ക്ടോപ്പിൽ ഏതെങ്കിലും പേര് കൊടുത്ത് ഓപ്പൺ കൊടുത്ത് സേവ് ചെയ്തിടാം. സേവ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ക്ലോസ് ആവാതിരിക്കും. ഇപ്പോൾ എക്സ്റ്റേണൽ എക്സാമിനറിന് നിങ്ങൾക്ക് ചെയ്ത ഏതെങ്കിലും ലാബ് പിന്നീട് കാണണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ടൈം കഴിഞ്ഞ് 3 മണിക്കൂറിന് ശേഷം നിങ്ങൾ പോയി കഴിയുമ്പോൾ അത് സ്ക്രീനിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതൊരു സേഫ്റ്റിക്ക് വേണ്ടി എപ്പോഴും സേവ് ചെയ്യുന്നത് നല്ലതാണ്. ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ആൻസർ പേപ്പറിൽ നമ്മൾ എഴുതുന്നത് അത് ആണ് പിന്നീട് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ജിയോജബ്ര എടുത്തു. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കൺസ്ട്രെയിൻസ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എക്സ് പ്ലസ് 2y greater than or equal to 10 and 2x minus y less than or equal to 0 and 5x minus y less than or equal to 15 and x greater than or equal to 0 and y greater than or equal to 0. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇതൊരു അൺബൗണ്ടഡ് കേസാണ്. മുകളിലേക്ക് അതിനൊരു അവസാനമില്ല, അതങ്ങനെ പോവാണ്. നമ്മുടെ ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാം ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വെച്ചിട്ട്. അപ്പോൾ സ്ലൈഡർ സി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മിനിമം -10, മാക്സിമം 100, ഇൻക്രിമെൻറ്റ് 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു മിനിമം -1000 to 1000 വരുന്ന രീതിയിലൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്ലൈഡർ വാല്യൂ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഇന്ന വാല്യൂ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. -1000 to 1000 നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമുള്ള വാല്യൂസിൻ്റെ റേഞ്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ -1000 to 1000 വരെ എനിക്ക് സ്ലൈഡർ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് draw the line 3x minus y is equal to c. 3x minus y is equal to c. ലൈൻ വരച്ചു. സ്ലൈഡർ മാറ്റുമ്പോൾ നമ്മുടെ ലൈൻ നമ്മുടെ ലൈൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ലൈൻ. നിങ്ങൾ സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ലൈൻ വിസിബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫീസിബിൾ റീജിയൻ്റെ അകത്ത് നമ്മുടെ ലൈൻ കയറുന്ന ആ സി വാല്യൂസ് നമുക്ക് എടുക്കാമെന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഫീസിബിൾ റീജിയൻ്റെ പുറത്തേക്കാണ് പോകുന്നത്. ഇതിപ്പോൾ ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്, കാരണം സ്ലൈഡർ ഞാൻ ഒരുപാട് ലെങ്തിലുള്ള എടുത്തതുകൊണ്ട്. അപ്പം ഫീസിബിൾ ഇങ്ങനെ കേഴ്സർ കീബോർഡിൽ നമുക്ക് കൺട്രോളിൻ്റെ അപ്പുറത്ത് 4 ആരോസ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം.
മൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ലൈൻ നമ്മുടെ അകത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആയപ്പോൾ ഇത് ലൈൻ ഫസ്റ്റ് ആയിട്ട് ഫീസിബിൾ റീജിയനിൽ ടച്ച് ചെയ്തു. നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അറിയാം വേറെ ഒരിടത്തും ഫീസിബിൾ റീജിയനിൽ അത് ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 5 മുതലുള്ള വാല്യൂസ് നമുക്ക് എടുക്കാം. ഈ ലൈൻ ഞാൻ ഇങ്ങോട്ടേക്കാണ് വിടുന്നത്, കാരണം ഇങ്ങോട്ടേക്കാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ കിടക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കണ്ടു നമ്മുടെ വാല്യൂസ് നെഗറ്റീവിലേക്ക് പോവാം. ഇവിടെ 5 ആയിരുന്നു, ഇവിടെ 5 ആയിരുന്നു വാല്യൂ. 5 വാല്യൂ കഴിഞ്ഞിട്ട് ഇത് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. അതായത് ഇപ്പം -12 -15 ഒക്കെ ആയി. എന്നിട്ടും നമ്മുടെ ഫീസിബിൾ റീജിയനിൽ ഇത് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. -21 20 25 ഒക്കെ നമുക്ക് എടുക്കാം. ഇത് കണ്ടോ, എത്ര പോയാലും ഇത് ഫീസിബിൾ റീജിയൻ്റെ പുറത്തേക്ക് അത് ഇറങ്ങില്ല. സ്ലൈഡർ തീർന്നാൽ അത് 1000 വരെ എത്തിയാലും സ്ലൈഡറിന് നീളം കുറഞ്ഞു പോകുന്നത് കൊണ്ട് ഉള്ള പ്രശ്നമാണത്. ഒരിക്കലും അത് ഫീസിബിൾ റീജിയൻ്റെ പുറത്തേക്ക് കടക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് ഇങ്ങോട്ടേക്ക് പോകും തോറും മിനിമം വാല്യൂസ് പിന്നെയും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം മിനിമം ഇല്ല, ഇൻഫൈനൈറ്റ് മിനിമമാണ്. പക്ഷേ ഇവിടെ 5ലാണ് നമുക്ക് മാക്സിമം വന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം എടുക്കാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇത് കൂടി എവിടെയായി കണ്ടോ, മാക്സിമം 5 ആയി. പിന്നെ 6 നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഫീസിബിൾ റീജിയനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇത് പുറത്തേക്ക് വന്നു. അപ്പോൾ ഇവിടുത്തെ കേസ് എന്ന് വെച്ചാൽ മാക്സിമം ഉണ്ട്, മിനിമം ഇല്ല. നേരത്തെ ഓപ്പോസിറ്റ് കേസ് ആയിരുന്നു ഇവിടെ. ഇപ്പോൾ ഇവിടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് മിനിമം ഇല്ല, പക്ഷേ മാക്സിമം ഉണ്ട്. ഇതാണ് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യനാണ്, ഇത് നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. 3x + 9y സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻറ്റ്. ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കൊരു ബൗണ്ടഡ് കേസാണ് കിട്ടുന്നത്. ബൗണ്ടഡ് കേസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കോർണർ പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇസഡ് വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ കൺസ്ട്രെയിൻസ് വരുന്നത് x + 3y ≤ 60 and x + y greater than or equal to 10 and x greater than or equal to 10 and x less than or equal to y and x greater than or equal to 0 and y greater than or equal to 0 എൻ്റർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ബൗണ്ടഡ് കേസാണ്. ബൗണ്ടഡ് കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കോർണർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. കോർണറിന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഫീസിബിൾ റീജിയൻ്റെ പേര് വന്നിരിക്കുന്നത് എ എന്നാണ്. അപ്പോൾ ഇവിടെ എ എന്ന് കൊടുക്കുക. എന്താ ചെയ്യുക നമുക്ക് കോർണർ പോയിൻറ്റ്സ് ആയിട്ട്. ഇപ്പോൾ 4 കോർണർ പോയിൻറ്റ്സ് ഉണ്ട്. 0 10 5 5 0 20 15 15. അപ്പോൾ ഈ 4 കോർണർ പോയിൻറ്റ്സ് ബൗണ്ടഡ് കേസ് ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ബൗണ്ടഡ് കേസ് ആയതുകൊണ്ട് 4 കോർണർ പോയിൻറ്റ്സിൽ ടേബിൾ വരച്ച് ഇസഡ് വാല്യൂസ് കണ്ടുപിടിക്കും. ഇസഡ് വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ആയിരുന്നു. ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരുന്നു. മാക്സിമൈസേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് മാക്സിമം വാല്യൂ 182 പോയിൻറ്റ്സിൽ കിട്ടും. ഇപ്പം നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട് 2 പോയിൻറ്റ്സിൽ മാക്സിമം ഉണ്ട് എന്ന് വെച്ചാൽ ആ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന കംപ്ലീറ്റ് ലൈനിലും മാക്സിമം വാല്യൂ ഉണ്ടാവും എന്നാണ്. അപ്പോൾ 0 20 15 15 എന്ന് പറയുന്ന ലൈന് 0 20 15 15 എന്ന് പറയുന്ന ഈ ലൈൻ AB എന്ന് പറയുന്ന ലൈൻ കംപ്ലീറ്റ് നമ്മുടെ സൊല്യൂഷനായിട്ട് വരും. അപ്പോൾ അതാണ് അതിൻ്റെ കൺക്ലൂഷൻ. മാക്സിമം വാല്യൂ ഈസ് ഓൺ ദ ലൈൻ ജോയിനിങ് 0 20 and 15 15
ദ വാല്യൂസ് ഇസ് വെരി ഈക്വൽ ടു 180. ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ഈ ഒരു കേസോടെ ഇതിൻ്റെ അകത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ സാധാരണ നമുക്ക് പ്രോബ്ലത്തിൽ വരാറ് ഒരു ബൗണ്ടഡ് കേസും ഒരു അൺബൗണ്ടഡ് കേസാണ്. ബൗണ്ടഡ് കേസിൽ ഇതുപോലെ ടേബിൾ വരച്ച് ആൻസർ കണ്ടുപിടിക്കുക. അൺബൗണ്ടഡ് കേസിൽ ഒരു സ്ലൈഡറും ഒരു ലൈനും യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മാക്സിമം ഉണ്ടോ മിനിമം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് ചെയ്യാറ്.